മനസ്സിൽ ആവാഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. മിക്കവാറും അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും അമ്മേ. നാഗദൈവങ്ങളെ, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. നാഗദൈവങ്ങളെ തുണയ്ക്കണേ. നന്നായി പ്രാർത്ഥിച്ചോടി. നല്ല ശക്തിയുള്ള നാഗദേവതകളാ പ്രതിഷ്ഠ. മനസ്സിരുത്തി പ്രാർത്ഥിച്ച നാഗങ്ങൾ മുമ്പിൽ വരും. ഇവൾക്കാ നാഗദോഷമുള്ളത്. ഓ സാരില്ല, എല്ലാ ആയില്യത്തിന്റെ അന്നും ഇങ്ങോട്ട് പോന്നോളൂ, ഫലം ഉറപ്പാ. ദൂരെയുള്ള നാഗക്ഷേത്രങ്ങളിലേക്കാ ഇപ്പൊ ആൾക്കാർ പോവാറ്. അടുത്തുള്ളതിനും ശക്തി ഉണ്ടെന്നൊന്ന് അറിയട്ടെ. പറഞ്ഞത് കേട്ടല്ലോ. ആയില്യ പൂജയ്ക്ക് 100 പാലും കഴിപ്പിച്ചതിന്റെ പ്രസാദാണ്. മാസത്തിൽ 2 തവണ സർപ്പബലി ഉണ്ട് ഇവിടെ. അതിലും പങ്കെടുക്കുന്നത് വളരെ നല്ലതാ. ഞങ്ങൾ വരാൻ തിരുമേനി. എന്നാ ആയിക്കോട്ടെ. ഓ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ. മന്ത്രം ഇത് തന്നെയായിരുന്നു. വെളുക്കാൻ തയ്ച്ചത് പാണ്ടായോ? വാ പോവാം. പപ്പനായിരുന്നോ? ഇവിടെ ഒരു വിരുന്നുകാരനെത്തിയല്ലോ. അയാളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. എനിക്ക് പോലും അയാളോട് സഹതാപമുണ്ട്. അതുപോലെ ആ തടവുകാരെടുത്തിട്ട് മെതിക്കുന്നേ. അതിനെന്തിനാ കണ്ണ സഹതാപം? അയാൾക്കത് കിട്ടേണ്ടതല്ലേ? ശത്രുക്കൾ പോലും നശിച്ചു കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ പപ്പ. എന്നെ കൊല്ലാതെ കൊന്നതാണെങ്കിലും കരുണമാമയെക്കാളും എനിക്ക് ദേഷ്യം എന്റെ അനിയനോടാ. അവനിപ്പോഴും മാറ്റമൊന്നും ഇല്ലെന്നാ കേട്ടത്. ആ അതുപോട്ടെ, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. നീ ഇതിനുമുമ്പ് ഒരു ദിവസം വന്നപ്പോ വിജിതയുടെ വൃത്തികെട്ട ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. കരുണമാമ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി. വിജിതയെ കാണാൻ തറവാട്ടിലെത്തുന്നത് ദീപനായിരുന്നു അല്ലേ? അതെ. അവൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവന് ഇഷ്ടമുണ്ടായിട്ടല്ല അങ്ങനെ പോകുന്നത്. നീ പറഞ്ഞും ഞങ്ങൾ പറഞ്ഞും
ഉണ്ണി ആരായിരുന്നു എന്ന് അവൻ അറിയാം. നീ ഇപ്പൊ പറഞ്ഞ പോലെ കരുണനോടും കെട്ടിയോളോടും അല്ല അവന്റെ ദേഷ്യം. അവനും താല്പര്യമില്ലാത്തത് ഉണ്ണിയെ തന്നെ. ഉണ്ണിയുടെ കുടുംബജീവിതം തകർക്കണമെന്ന് തന്നെ ദീപനും ആഗ്രഹിക്കുന്നത്. അതിലെനിക്കൊരു വിഷമവുമില്ല. എന്നാലും ദീപൻ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? എന്നെ പോലെ തെറ്റ് ചെയ്യാതെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചനാ. അവന് നല്ലൊരു ഭാവിയില്ലടാ. പ്രായം ഇത്രയ്ക്കല്ലേ ആയുള്ളൂ. പിന്നെ ഭൂലോക പാഴായ ഒരുത്തിയുടെ പിന്നാലെ നടന്ന് സമയവും ജീവിതവും ഒക്കെ കളയുന്നതിനാ? ആവശ്യത്തോട്ട് ഇനി നോക്കാത്തതാ നല്ലത്. കരുണനേക്കാളും പരിതാപകരമായ അവസ്ഥയിലാണ് വിജിത, അതുപോലെ തന്നെ ഉണ്ണി. രണ്ടാക്കതും അറിയില്ല എന്ന് മാത്രം. എന്നാ ഉടനെ അറിഞ്ഞോളൂ. ഓരോ ഭാഗത്തുനിന്ന് ജപ്തി തുടങ്ങിക്കഴിഞ്ഞു. കരുണന്റെ എല്ലാ സ്ഥാപനങ്ങളും കണ്ടുകെട്ടി. നിനക്ക് ഓർമ്മയുണ്ടോ പാപ്പ എന്റെ കട പൂട്ടി സീൽ ചെയ്തത്? എന്നിട്ട് കരുണൻ ആളെ വിട്ട് ആ കട ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഞാനും എന്നെ സ്നേഹിക്കുന്നവരും ജീവിക്കരുത്, അത് മാത്രമായിരുന്നു അയാളുടെ ചിന്ത. എന്റെ വീഴ്ച ചെറിയ വീഴ്ചയാ. എന്നാലേ കുന്നോളം സമ്പാദിച്ചു കൂട്ടിയ കരുണ മാമയ്ക്ക് ഇപ്പൊ എന്തായി? തവിട് കൂടിയായില്ലേ? അതൊക്കെ നമുക്ക് നേരത്തെ മുന്നിൽ കാണാൻ പറ്റി. എന്നാ അവനെ പോലുള്ളവർക്ക് അതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ വേദനിച്ചത് അത്രയും കാർത്തൂന്റെ കാര്യം ഓർത്താ. ഓ, മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയോടെ എനിക്ക് സമാധാനായി. പവിത്ര എന്റെ മോളെയും കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നത് എനിക്കറിയാം. പിന്നെ മോള് വളരുമ്പോൾ ഞാനും കൂടെ കാണുമല്ലോ. കാർത്തൂന്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. അരുൺ കാർത്തൂനെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴാ സത്യം പറഞ്ഞാൽ മനസ്സിനകത്ത് എരിഞ്ഞുകൊണ്ടിരുന്ന തീ ഒന്ന് കെട്ടത്. ഇടയ്ക്ക് പവിത്ര വന്നപ്പോ പറഞ്ഞു കാർത്തൂന് പരമസുഖമാണെന്ന്. ആ അതെ, കാർത്തൂൻ സുഖ. അരുൺ സാറ് കാർത്തൂൻ അയാളുടെ വീട്ടിലാക്കിയിട്ടാ ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കാർത്തൂനെ കൊണ്ടുവന്നില്ലല്ലേ? ഇല്ല. ആ, അരുണിന്റെ വീട്ടിൽ സമാധാനമായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കഴിയുന്നത് നല്ലത്. അല്ലെങ്കിൽ തന്നെ അരുണിന്റെ അമ്മയെ സഹായിക്കുകയാണല്ലോ മരുമക്കൾ ചെയ്യേണ്ടത്. മരുമക്കൾ എന്ന് പറയണ്ട, ഏട്ടത്തിയമ്മ ഒന്നും ചെയ്യില്ലെന്ന് അരുൺ സാർ പറഞ്ഞത്. പോട്ടടാ, ജോലി ചെയ്താലും എൻ്റെ അമ്മയും മാമിയും വിജിതയൊക്കെ കുത്തുവാക്ക് പറയുന്നത് പോലെ പറയാൻ ആളില്ലെങ്കിൽ തന്നെ ഒരു മനസ്സമാധാനായില്ലേ? കാർത്തൂന്റെ കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. പകരം അന്തിയോളം വീട് പണിയെടുക്കും. വിശപ്പൻ എന്തെങ്കിലും കിട്ടിയാൽ മതി മോക്ക്. നല്ല വർത്തമാനം പറഞ്ഞാൽ മതി. അതിനപ്പുറം ഒന്നും വേണ്ട. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരായാലും എൻ്റെ കുട്ടിയെ തള്ളിക്കളയില്ല. നോക്കിക്കോ, ഇപ്പൊ ഇടഞ്ഞിരിക്കുന്ന അപ്പച്ചി ഏട്ടത്തിയമ്മയൊക്കെ അവസാനം കാർത്തൂനെ അംഗീകരിക്കും. ആ പിന്നെ ജയിലിൽ നിന്ന് നിനക്ക് ഉടനെ ഇറങ്ങാൻ പറ്റുമെന്ന് അരുൺ സാർ പറഞ്ഞിരുന്നു. സൂപ്രണ്ടും അതന്നെയാ പറഞ്ഞേ. മന്ത്രിയുടെ ശുപാർശ ഉണ്ടെന്ന്. ഉടനെ ഞാനങ്ങ് എത്തൂടാ. പിന്നെ നമുക്ക് പഴയതുപോലെ പറമ്പിലിറങ്ങാം. 3.5 ഏക്കർ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കല്ലേ ദീപൻ. പിന്നെ പശുക്കളുണ്ട്, തട്ടുകടയുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ജയിലിനകത്താണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലും മുറിയെ പണിയെടുക്കുക. അതുകൊണ്ട് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഒരു 10-20 വർഷം മാടിനെ പോലെ പറമ്പിലിറങ്ങും. അപ്പോഴേക്കും നന്ദന മോളുടെ കല്യാണം കഴിയും. പിന്നെ തട്ടുകടയും പശുക്കറവയൊക്കെ ആയിട്ട് നമുക്ക് ഈ ജന്മം വലിയ പരിക്കിലിറങ്ങി അവസാനിപ്പിക്കാം. ആര് കൈവിട്ടാലും നീ ഉൾപ്പെടെ എന്നെ വിശ്വസിക്കുന്ന കുറെ പേരുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് പാപ്പ നമ്മുടെ സമ്പത്ത്. ഞാനും അങ്ങനെ കരുതിയിട്ടുള്ളൂ. എനിക്ക് മക്കളില്ലാത്തോണ്ട് നിന്റെ മോളും കാർത്തുവാ എന്റെ മക്കള്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിനക്ക് നിന്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാവും. കാരണം അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വന്നിട്ട് പോയി. ശരി. ശരിടാ.
അയ്യോ എന്തു പറ്റി കൊച്ചമ്മേ? എന്തോ കടിച്ചു എന്നാ തോന്നുന്നേ. അയ്യോ എന്താ കടിച്ചതെന്ന് വല്ലതും കണ്ടാ കൊച്ചമ്മേ? എന്താ എന്തു പറ്റി? കാലിലെന്തോ കടിച്ചെന്നോ കൊച്ചമ്മ പറയണ. അയ്യോ ചോര പൊടിയുന്നുണ്ടല്ലോ. ചേട്ടാ പെട്ടെന്ന് തുണിയെടുത്ത്. ഓ എന്താ കടിച്ചെന്ന് കണ്ടോ? കടിച്ചിട്ടത് നിന്ന് തന്നില്ല കാണാൻ. ഇന്ന് സാറേ ചെറുതായിട്ട് നീലിച്ചിട്ടുണ്ടല്ലോ സാറേ. നല്ല തളർച്ചയുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എണീക്ക് ദേവാ. എന്നെ മുറി കൊണ്ടേ കിടത്തിയാ മതി. അതുകൊണ്ട് കാര്യമില്ല. നല്ല വിഷമുള്ള ഇനമാണ് കടിച്ചതെങ്കിൽ ഓരോ നിമിഷം കഴിയുന്തോറും അത് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും. അങ്ങനെ ബാധിച്ചിട്ട് ഞാൻ മരിച്ചാ നിങ്ങൾക്കെന്താ? വാശി വേണ്ട ദേവാ. എന്നെ കുറിച്ച് എന്ത് കരുതിയാലും നമ്മുടെ മക്കൾക്ക് നിന്നെ വേണം. ദയവ് ഇത് എണീക്ക്. എനിക്കൊപ്പം വാ. ചെല്ലു കൊച്ചമ്മേ. പതുക്കെ പതുക്കെ. ഈശ്വര ആപത്തൊന്നും ഉണ്ടായല്ലേ. അമ്മയുടെ കാലിൽ എന്തോ കടിച്ചു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുക. ഇനി സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നും അറിയില്ല. പാമ്പാണെന്നാ തോന്നുന്നത്. അമ്മയുടെ ദേഹം കൊഴിഞ്ഞു എന്നൊക്കെയാ ആള് വിളിച്ചപ്പോ പറഞ്ഞത്. അനന്തോട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, മന്ത്രങ്ങൾ തെറ്റിച്ചൊല്ലിയിട്ട് കാർത്തൂന്റെ കാലിൽ പാമ്പ് കടിക്കണമെന്ന് അപ്പച്ചി ആഗ്രഹിച്ചത്. നീയും എന്നിട്ടിപ്പോ തിരിച്ചായോ? മന്ത്രം ചൊല്ലിയപ്പോ അമ്മയ്ക്കും തെറ്റിയോന്ന് സംശയമുണ്ട്. അതേപ്പറ്റി എന്റെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അന്ധവിശ്വാസം കുറച്ചൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. ഇതിപ്പോ കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് പാമ്പ് കടി ഏറ്റെന്നറിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാമ്പേതാന്ന് കണ്ടോ? ഒന്നും അറിയില്ല. പോയാലേ അറിയാൻ പറ്റൂ. വല്ല മൂർഖനാണല്ലോ ആണെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇതെവിടെ വെച്ചാ സംഭവിച്ചത്? ഒന്നും അറിയില്ലെന്നേ. വീടിനകത്ത് കയറിയപ്പോ കാലിൽ എന്തോ കടിച്ചതായിട്ട് കണ്ടു. ദേഹവും തളർന്നു. അവളും അമ്മ ഇത് അറിയാൻ നിൽക്കണ്ട, അവർ ചിരിക്കും. അതാണോ ഇപ്പൊ അനന്തോട്ടിന് വലുത്? എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്ന അറിയാതെ ഞാൻ ഇവിടെ കിടന്ന് വെപ്രാളപ്പെടുമ്പോ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ എത്തിക്കല്ലേ വേണ്ടത്. എന്നാ ചെന്ന് പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. നമുക്ക് പോവാം. വലിയ വിഷമുള്ള പാമ്പല്ല കടിച്ചത്. വിഷമുള്ളത് കടിക്കണായിരുന്നോ? താനിപ്പോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് തനിക്ക് പോലും അറിയില്ല ദേവാ. അങ്ങനെയുള്ളപ്പം മിണ്ടാതിരിക്കണം. ഒരുത്തി കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോവാൻ നേരമില്ല. അവള് നമ്മുടെ തറവാട്ടിൽ നിന്ന് പോവാതെ ഒരു രക്ഷയില്ല. തന്നെ പാമ്പ് കടിച്ചതിന് കാർത്തു എന്താ ചെയ്തത്? ന്യായീകരിക്ക്. അവളെ പരിശുദ്ധിയാക്ക്. ഞാനില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. തന്റെ അച്ഛൻ പോലും തന്റെ നിലപാട് അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല. അച്ഛന്റെ കാര്യം വിട്. എന്റെ അച്ഛൻ എന്താന്ന് എനിക്കറിയാം. അതേപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. അമ്മേ, 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 എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല മോളെ. എന്തോ കടിച്ചു. വലിയ വിഷമൊന്നുള്ള പാമ്പല്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ വാർഡിൽ കിടക്കോ? അമ്മ പറഞ്ഞ ശരിയാ മോളെ. ഉഗ്രവിഷമുള്ള പാമ്പൊന്നും അല്ല കടിച്ചത്. അതിന്റെ വിഷമത്തിലാ മോളുടെ അച്ഛൻ. ഞാനിവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല. പുറത്ത് നിൽക്കാം.
അങ്ങേർക്കേ മനസ്സ് നിറയെ സന്തോഷ. അതിനേക്കാൾ സന്തോഷിക്കുന്ന ഒരാള് വീട്ടിലുണ്ട്. അവളെ പാമ്പ് കടിക്കാൻ വേണ്ടിയാ പൂജ നടത്തിയത്. പക്ഷേ ഫലം തിരിച്ചായല്ലോ അപ്പച്ചി. അവള് നാഗക്ഷേത്രത്തിൽ വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചെന്നറിയില്ലല്ലോ. നാഗമന്ത്രം പിഴച്ചു നമ്മോളെ തോന്നുന്നത്. എനിക്ക് തെറ്റിപ്പോയി എന്നാ തോന്നുന്നേ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പച്ചി? മന്ത്രങ്ങൾ അവൾക്ക് തെറ്റിയെങ്കിൽ അവൾക്കല്ലേ അനുഭവം ഉണ്ടാകേണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ കള്ള ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകരുതെന്ന്. ഇവിടുന്ന് ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ, അവളെ കാണിച്ചു കൊടുക്കാം. വയറ്റിക്കിടന്ന കുഞ്ഞു പോയില്ലേ, അതിന് സമയത്ത് തന്നെ ഞാൻ കളഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇനിയും അവളെ ദുരന്തങ്ങൾ ഓരോന്നായി കാത്തിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില വിഷമങ്ങൾ നമുക്കും ഉണ്ടായിന്ന് വരും. ആ നേരത്ത് ഭയന്ന് പിന്മാറുന്ന ശരിയല്ല. ഞാൻ ആ ജോത്സ്യനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തുകൊണ്ടാ ഇത് സംഭവിച്ചെന്ന് ചോദിക്കാം. ഇനി അതൊന്നും വേണ്ട മഞ്ജു. വേണ്ടാന്ന് അനന്തവേട്ടനാണോ തീരുമാനിക്കുന്നത്? ഞാൻ പോയിട്ട് വരാമേ. ഓറങ്ങോട്ട്. ഇവളിങ്ങനെ വാശിക്കാരായി വിടുന്നത് ശരിയല്ല അപ്പച്ചി. അവൾക്കൊരു വാശിയില്ല, വേദന മാത്രം. മാളുവിനെ അരുണിന്റെ ഭാര്യയാക്കാൻ കഴിയാത്തതിലുള്ള വേദന. അത് പെട്ടെന്നൊന്നും പോവില്ല അവളുടെ എന്റെ മനസ്സിൽ നിന്ന്. അത് പോവാത്തിടത്തോളം കാലം ഇതല്ല, ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. ഇങ്ങത്താമ്മേ, ഞാൻ ചെയ്തോളാം. മോളറിഞ്ഞോ കാര്യങ്ങള്? എന്താ അമ്മേ? ദേവെ പാമ്പ് കടിച്ചു. വലിയ കുഴപ്പമില്ലെന്നാ അറിഞ്ഞത്. ഉഗ്രവിഷമുള്ള പാമ്പൊന്നും അല്ല കടിച്ചത്. ഇപ്പൊ എവിടെയാ? ആശുപത്രിയിലാ. ഞാൻ പറഞ്ഞില്ലയോ മോളെ, നാഗങ്ങള് സത്യമുള്ളവരാ. എത്ര പെട്ടെന്നാ ഫലം കിട്ടിയെന്ന് നോക്ക്. അതില് വിഷമമുണ്ട്. എങ്കിലും ഇതിനൊന്നും പോകാതിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നു. പറഞ്ഞാ മനസ്സിലാവില്ല. ഇപ്പൊ ചെറിയൊരു ശിക്ഷയാ കൊടുത്തിരിക്കുന്നത്. ഒരു താക്കീതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയെങ്കിലും മോളെ ശല്യം ചെയ്യാതിരുന്ന ദേവിക്കും മഞ്ജുവിനും കൊള്ളാം. ഞാൻ ഒരിക്കലും അപ്പച്ചയ്ക്ക് ആപത്തുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലമ്മേ. അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞോ? മോൾ ഒരിക്കലും ആർക്കും വിഷമം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാ മോളെ മനസ്സിലാക്കാത്തതാണ് മറ്റുള്ളവരുടെ പ്രശ്നം. മഞ്ജുവിന് കുട്ടികളില്ല. കുട്ടികളുണ്ടാവാൻ വേണ്ടിയാ നാഗപ്രീതി വരുത്തണമെന്ന് പറഞ്ഞത്. എന്നാ അതിലും കള്ളത്തരം കാണിച്ചാ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ചെയ്യൂ. അതിപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനിയെങ്കിലും അമ്മയും മോളും ഇതുപോലുള്ള വളഞ്ഞ വഴികൾ ഓരോന്നും സ്വീകരിക്കാതിരിക്കട്ടെ. ഇനി അപ്പച്ചി മന്ത്രങ്ങൾ തെറ്റായിട്ടായിരിക്കോ ചൊല്ലിയിട്ടുള്ളത്? അങ്ങനെ ചൊല്ലിയാ വിഷം തീണ്ടാനുള്ള സാധ്യതയുണ്ട്. തെറ്റ് ചെയ്താൽ നാവ് പിഴയ്ക്കും മോളെ. അങ്ങനെ സംഭവിച്ചു കാണും. നമുക്കൊന്ന് പോണ്ടേ? ഞാൻ പോയിക്കോളാം, മോള് വരണ്ട. ദേവയെ കാണാൻ മോള് ചെന്നാ ഉള്ളിൽ സന്തോഷം വെച്ചിട്ട് പുറമെ ദുഃഖം കാണിക്കാണെന്ന് പറയും. വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോകുന്നത്? മന്ത്രങ്ങൾ തെറ്റിച്ചൊല്ലിയിട്ട് മോൾക്കാണ് ഇപ്പൊ ഈ അനുഭവം ഉണ്ടായതെങ്കിൽ അമ്മയും മോള് സന്തോഷിച്ചേനെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി,
മോളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്. മോള് നാഗപ്രീതി വരുത്തിയ കൂട്ടത്തിലാണെന്നും മനസ്സിലായി. അങ്ങനെ ഒരാൾ കുടുംബത്ത് വരുമ്പോ അയാൾക്കൊപ്പം നിന്നുകൊണ്ട് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ആ, മോൾ ഇനി എന്ന് സന്ധ്യാദീപം കൊളുത്തണം. നന്നായി പ്രാർത്ഥിക്കുകയും വേണം. ദേവയും മഞ്ജുവും അതിന് തടസ്സമാണെന്നറിയാം. അവരുടെ മുഖം നോക്കാതെ പൂജകളൊക്കെ ചെയ്യണം. അത് ഈ വീടിന്റെ ഐശ്വര്യത്തിന് ആവശ്യമാണ്. ഇന്ന് നമുക്ക് നാഗക്ഷേത്രം വരെ ഒന്ന് പോവാം അമ്മേ. അപ്പച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മാപ്പ് ചോദിക്കാം. അപ്പച്ചയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ ചെയ്യാം. ദോഷങ്ങൾ ഒഴിഞ്ഞു പോട്ടെ. ഞാൻ അന്ന് കുട്ടിയുടെ അമ്മ വന്നപ്പോഴേ പറഞ്ഞിരുന്നു, ദൈവാധീനം ഒരുപാടുള്ള കുട്ടിയാണ് ഈ കാർത്തു എന്ന്.